ടൈം ആൻഡ് വർക്കിലെ വേജസിന്റെ കേസ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ആൻഡ് ബി അണ്ടർടേക്ക് എ കോൺട്രാക്ട് ഓഫ് ടാസ്ക് ഫോർ 7500 രൂപയുടെ ഒരു ജോലി എയും ബിയും കൂടി ചെയ്യാൻ കോൺട്രാക്ട് എടുത്തേക്കാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് എ ആ ജോലി ഒറ്റയ്ക്ക് 50 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും, ബിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ 60 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അവർ ടു ഫിനിഷ് ദ വർക്ക് അല്ലേ, അപ്പൊ വർക്ക് നേരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് അവർ സിയുടെ ഹെൽപ്പ് വാങ്ങി, എന്നിട്ട് എയും ബിയും സിയും കൂട്ടിയിട്ട് 20 ദിവസം കൊണ്ട് വർക്ക് തീർത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിസ് ആൻഡ് സിസ് ഷെയർ, ബിയുടെയും സിയുടെയും ഷെയറിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വർക്ക് ഷെയർ എന്ന് പറയുന്നത് ഒരു 7500 ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഒരു എ ബി സി ചെയ്ത വർക്കിന്റെ റേഷ്യോയിലായിരിക്കും. എ എത്ര വർക്ക് ചെയ്തു, ബി എത്ര വർക്ക് ചെയ്തു, സി എത്ര വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റേഷ്യോയിൽ ആ റേഷ്യോ എടുത്തിട്ട് അതിലായിരിക്കും വാല്യൂ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ആ റേഷ്യോ ആദ്യം വേണം. അപ്പൊ അതിന് വേണ്ടി തന്നിരിക്കുന്ന ഡാറ്റയിൽ ഇപ്പോൾ എ 50 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. എ എടുക്കുന്നത് 50 ദിവസം ആണ്, ബി എടുക്കുന്നത് 60 ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറഞ്ഞേക്കുന്നത് എ ബി സി, സിയുടെ ഹെൽപ്പോട് കൂടി അവർ 20 ദിവസത്തിൽ തീർത്തിട്ടുണ്ട്. അതായത് എയും ബിയും സിയും കൂടിയിട്ട് 20 ദിവസത്തിൽ ആ വർക്ക് തീർത്തിട്ടുണ്ട്. ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 3 കേസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ LCM മെത്തേഡിലാണ് ചെയ്യുന്നത്. ടോട്ടൽ വർക്ക് നമ്മൾ ഇതിന്റെ LCM ആയിട്ട് എടുക്കാം. LCM വരുമ്പോൾ 300 LCM വരും. 50ന്റെ 60ന്റെ LCM നോക്കിയാൽ 20 എടുക്കേണ്ട, കാരണം 20ന്റെ മൾട്ടിപ്പിൾ ആണ് 60. സോ 50 60 കൂടി ചെക്ക് ചെയ്യാം. 50ന്റെ 60ന്റെ LCM 300 ആണ്. അപ്പൊ അവിടെ എഫിഷ്യൻസി വരാൻ പോകുന്നത്, ഇത് ഡേയ്സ് ആണ്, ഇത് ടോട്ടൽ വർക്ക് ആണ്. എഫിഷ്യൻസി വരാൻ പോകുന്നത് 6, 5, ഇവിടെ ഇപ്പം 15 വരും. ഇതാണ് എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി 6 ആണ്, ബിയുടെ എഫിഷ്യൻസി 5 ആണ്, എ ബി സിയുടെ എഫിഷ്യൻസി 15 ആണ്. അതായത് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ എയും ബിയും കൂടി 11 ആണ്, ഇത് 15 ആണ്, ബാക്കിയുള്ള 4 ആണ് സിയുടെ എഫിഷ്യൻസി. ഇനിയിപ്പോ ചോദിച്ചിരിക്കുന്നത് സിയുടെ ബിയുടെയും സിയുടെയും ഷെയറിന്റെ ഡിഫറൻസ്. അപ്പൊ ബിയുടെയും സിയുടെയും വർക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ റേഷ്യോ എടുക്കണം. അപ്പൊ വർക്ക് എന്ന് പറയുന്നത് ഇവര് 3 പേരും ഒരേ ദിവസം കൊണ്ടാണ് വർക്ക് തീർത്തേക്കുന്നത്, 20 ദിവസം കൊണ്ടാണ് വർക്ക് തീർത്തേക്കുന്നത്. അപ്പോ എയുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എയുടെ എഫിഷ്യൻസി 6 ആണ്. അപ്പൊ 6 into 20 ആണ് എയുടെ വർക്ക് വരുന്നത്. ബി ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ബിയുടെ എഫിഷ്യൻസി 5 ആണെങ്കിൽ 5 into 20. ഇനി സിയുടെ വർക്ക് എന്ന് പറയുന്നത് 4 into 20. ഇതാണ് 3 പേരുടെയും വർക്ക് വരുന്നത്. ഇത് 6 into 20 എയുടെ കേസ്, ബിയുടെ കേസ് വരുന്നത് 5 into 20, സിയുടെ കേസ് വരുന്നത് 4 into 20. ഇതാണ് ഇവരുടെ ചെയ്ത വർക്ക്. അപ്പൊ ഇതിന്റെ റേഷ്യോയിലാണ് ഇവർക്ക് പൈസ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. റേഷ്യോ എടുക്കുമ്പോൾ 20 കട്ട് ചെയ്യും. നമ്മൾ ആക്ച്വലി 20 എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 20 എടുത്തേക്കുന്നത്. സെയിം ഡേയ്സ് ആണ് വർക്ക് ചെയ്തെങ്കിൽ അവിടെ ഡേയ്സ് എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഫിഷ്യൻസിയുടെ റേഷ്യോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പം റേഷ്യോ 6:5:4. ഈ റേഷ്യോയിൽ ടോട്ടൽ പൈസ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അതിൽ ബിയുടെയും സിയുടെയും ഷെയറിന്റെ ഡിഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബിയുടെയും സിയുടെയും ഷെയറിന്റെ ഡിഫറൻസ് പറയുമ്പോൾ 1 ആണ്, ടോട്ടൽ 15 ആണ്. 1 out of 15 ആണ് അവരുടെ ഡിഫറൻസ് വന്നേക്കുന്നത്. ഓഫ് 7500 വരാൻ പോകുന്നത് 500 ആയിരിക്കും ഇവിടുത്തെ ഷെയർ വരാൻ പോകുന്നത്. ഓപ്ഷൻസ് ക്യാൻസർ വരും. അപ്പൊ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി പറയാം. ഇവിടെ എ 50 ദിവസം കൊണ്ട് വർക്ക് തീർക്കും, ബി 60 ദിവസം കൊണ്ട് തീർക്കും, എ ബി സി 20 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ നമ്മള് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് LCM മെത്തേഡ് യൂസ് ചെയ്തേക്കാണ്. അതായത് 50, 60, 20ന്റെ LCMനെ നമ്മൾ ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കുന്നു. അത് കാരണം നമുക്ക് ഓരോ ആളുടെ എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി 300 വർക്ക് 50 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 300/50 6, 300/60 5, 300/20 15 എന്നുള്ള രീതിയിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് LCM മെത്തേഡിൽ നമ്മൾ ഈ വർക്കിന്റെ ഈ ഡേയ്സിന്റെ ഒക്കെ LCMനെ ടോട്ടൽ വർക്കായിട്ട് അസ്യൂം ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എയുടെ എഫിഷ്യൻസി 6, ബിയുടെ എഫിഷ്യൻസി 5, എ ബി സിയുടെ എഫിഷ്യൻസി 15 എന്ന് കിട്ടി. സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ, 6ഉം 5ഉം 11 ആണ് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി. എ പ്ലസ് ബി പ്ലസ് സി 15 ആയതുകൊണ്ട് ബാക്കിയുള്ള 4 ആണ് സിയുടെ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് LCM മെത്തേഡ് അല്ലാതെ ഇക്വേഷൻ മെത്തേഡ് ചെയ്യാം. 50a = 60b = 20 into a plus b plus c എന്ന് എഴുതിയിട്ടും ചെയ്യാം. ബോത്ത് ആർ സെയിം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് വരുന്നത് ഷെയറിന്റെ കേസ് ആയതുകൊണ്ട് ഇവിടെ പൈസ എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത് ചെയ്ത വർക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ ചെയ്ത വർക്കിന്റെ റേഷ്യോ എടുക്കുക, എന്നിട്ട് ആ റേഷ്യോയിലേക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 3 പേരും കൂടി ഒരുമിച്ച് ചെയ്തേക്കുന്ന മീൻസ് 3 പേരും ഒരേ ദിവസമാണ് വർക്ക് ചെയ്തേക്കുന്നത്. അതായത് എ വർക്ക് ചെയ്തേക്കുന്ന എയുടെ എഫിഷ്യൻസി ഇൻറ്റു എത്ര 20 ഡേയ്സ്, ബി ചെയ്തേക്കുന്ന ബിയുടെ എഫിഷ്യൻസി ഇൻറ്റു 20 ഡേയ്സ്, സി ചെയ്തേക്കുന്ന സിയുടെ എഫിഷ്യൻസി ഇൻറ്റു 20 ഡേയ്സ്. അപ്പൊ അത് റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ ആ ഡേയ്സ് നോക്കണ്ട. സെയിം ഡേയ്സ് ആണെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് എഫിഷ്യൻസിയുടെ റേഷ്യോയിലാണ്, 6, 5, 4 എന്നുള്ള റേഷ്യോയിലാണ്. ഇനി അതില് ബിയുടെ സിയുടെ ഡിഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ 1 ആണ് യൂസ് ചെയ്യുന്നത്. 1 out of 15 ആണ് യൂസ് ചെയ്യുന്നത്. 1/15 of 7500 എടുത്ത് 500 ആൻസർ കിട്ടും.